വിജിത്തിൻ്റെയോ മറ്റാരുടെയോ സൗണ്ട് കേട്ട് ഭവാനി മുന്നിലേക്ക് നോക്കി. അവിടെ വിജിത്തിന് പിന്നാലെ ഇറങ്ങി വരുന്ന തൻ്റെ രുദ്രയെ അവർ ആദ്യമായി കാണുന്നത് പോലെ തന്നെ നോക്കി നിന്നു. ശരിക്കും അവരുടെ പഴയ രുദ്രയിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. മുൻപത്തേക്കാൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ശരിക്കും ഒരു ദേവതയെ പോലെ അവർ അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു പോയി. ഇതെങ്ങോട്ടാണ് നീ എന്നെ കൊണ്ടുപോകുന്ന വിജി? അതൊക്കെ പറയാ, ഏട്ടത്തി വന്നേ. ഡോ പരട്ട ചേട്ടാ, എങ്ങോട്ടാ എൻ്റെ ഏട്ടത്തിയെ കൊണ്ടുപോകുന്നേ? വലിയവർ തമ്മിലുള്ള കാര്യത്തിൽ നീ ഇടപെടേണ്ട. ഞാൻ എവിടേക്ക് കൊണ്ടുപോകുന്നെന്ന് ഏട്ടത്തിക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിക്കോളും. അതുവരെ നീ നിന്റെ വാടച്ചു വെക്ക്. അത്രയും പറഞ്ഞ് വിജിത്ത് രുദ്രയെ ഹാളിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയ ശേഷം പറഞ്ഞു, ഏട്ടത്തി ഒരുപാട് ആഗ്രഹിച്ച ഒരാളെ ഞാൻ ഏട്ടത്തിക്ക് കാണിച്ചു തരാൻ പോകുക. അതുകൊണ്ട് ഏട്ടത്തി കണ്ണടച്ചേ. ഇവൻ്റെ ഒരു കാര്യം. അത് പറഞ്ഞ് രുദ്ര തൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ മാറി നിന്ന ഭവാനിയോട് അവൻ അങ്ങോട്ടേക്ക് വരാനായി കരങ്ങൾ കാണിച്ചു. ഭവാനിയെ കണ്ടതും വൈശു അവരെ മനസ്സിലാവാതെ നോക്കി നിന്നു. ഭവാനി രുദ്രയുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് വാത്സല്യത്തോടെ തൊട്ടു. ആ സ്പർശനം അറിഞ്ഞതും കണ്ണുകൾ തുറന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ രുദ്ര കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന ഭവാനി മാമിയെ. മാമിയെ കണ്ടത് ഒരു കരച്ചിലോടെ അവൾ അവരെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശനും വിജയലക്ഷ്മിയും അങ്ങോട്ട് വന്നത്. അവരും ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി നിൽക്കുമ്പോൾ വിജിത്ത് തന്നെ അവരോടെല്ലാം പറഞ്ഞു, ഇത് രുദ്രയുടെ ഭവാനി മാമിയാണെന്നും. അത് കേട്ടതും എല്ലാവരുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. ഏറെ നേരത്തെ കരച്ചിലിന് ശേഷം അവൾ അവരിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് രുദ്ര വേഗം അവിടെയുള്ള സോഫയിലേക്ക് അവരെ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു, മാമി എങ്ങനെ വന്നേ? ആരെ കൊണ്ടാക്കി എങ്ങോട്ടേക്ക്? റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഋഷിമോനും അപ്പുമോളും അവർക്കൊപ്പമുള്ള വിശാൽ മോനും കൂടെ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നിട്ട് അവരൊക്കെ എവിടെ? അപ്പോൾ തന്നെ പോയി. മറ്റേ 2 മക്കളെയും കൂട്ടാനുണ്ടെന്ന് പറഞ്ഞു പോയിരുന്നു. മാമി എന്താ എന്നോട് വരുന്നതിനെ പറ്റി ഒന്ന് പറയാതിരുന്നേ? ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കാണുമ്പോൾ നിന്റെ കണ്ണിൽ വിരിഞ്ഞ ഈ ആശ്ചര്യം മാമിക്ക് കാണാൻ പറ്റുമായിരുന്നു. അല്ല മാമി, എന്നെ കാണാൻ വരുന്ന കാര്യം ആകാശേട്ടനറിയാമോ? അവൻ അറിഞ്ഞാൽ വിടില്ലെന്നറിയില്ലേ? പിന്നെ എന്തു പറഞ്ഞ മാമി വന്നത്? അപ്പോഴേക്കും ആകാശിനോട് എന്ത് പറഞ്ഞാൽ വന്നതെന്ന സാഹചര്യം അവർ രുദ്രയ്ക്ക് മുൻപിൽ പറഞ്ഞു. അപ്പോൾ മാമി എനിക്കിപ്പോൾ 3-4 ദിവസം നിൽക്കുമല്ലേ ഇവിടെ? അവൾ സന്തോഷത്തോടെ അവരെ നോക്കി ചോദിച്ചു. അതിനവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ അതേന്ന് തലയാട്ടി. ഓ, മാമിയെ കിട്ടിയപ്പോൾ ഇവിടെ ഒരാൾക്ക് നമ്മളെ ഒന്നും വേണ്ടാതായി. വൈശു രുദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് രുദ്ര ചിരിച്ചുകൊണ്ട് അവളെ നോക്കി വാപൊത്തി. പിന്നെ എല്ലാവരെയും രുദ്ര ഭവാനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴും ഭവാനിയുടെ കണ്ണുകൾ ബദ്രിയെ തിരയുകയായിരുന്നു. അല്ല, ബദ്രിമോൻ എന്തേ? വന്നിട്ട് ആളെ കണ്ടില്ല. അവൻ ഇന്ന് അല്പം വൈകുമെന്ന് പറഞ്ഞിരുന്നു. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ തിരക്കിലാള്. എനിക്ക് മോളെയും മോനെയും കൊണ്ട് ഗുരുവായൂർ പോകണമെന്നുണ്ടായിരുന്നു. അതിനെന്താ, ഭവാനി ചേച്ചി വന്നതല്ലേ ഉള്ളൂ. ആദ്യം വിശ്രമിക്കൂ, അതിനുശേഷം അതൊക്കെ ആലോചിക്കാം. ഇല്ല, നാളെ തന്നെ പോവണം. നാളെ മോന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് സാരമില്ല, ഞാൻ മോളെ കൊണ്ട് പോയി ചെയ്തോളാം. മോൻ്റെ പേരും നാളും മാത്രം കിട്ടിയാൽ മതി. പിന്നെ അപ്പുമോളും ഋഷിമോനും കാണും. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, മോൻ വന്നില്ലെങ്കിൽ രാവിലെ വരണമെന്ന്. നാളെ തന്നെ ഗുരുവായൂർ പോകണമെന്നുണ്ടോ? പോണം, നാളെ തന്നെ. നാളെ പോയി അവരുടെ പേരുള്ള വഴിപാടൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷൻ ഉണ്ടാവില്ല. പിന്നീടുള്ള ദിവസം മോൾക്കൊപ്പം ചിലവഴിച്ച് എനിക്കത് തിരിച്ചു പോകാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എന്തായാലും രാവിലെ പോകാനുള്ളത് കൊണ്ട് ചേച്ചി പോയി കുളിച്ച് ഫ്രഷായി വാ, ഞാൻ കഴിക്കാനെടുക്കാം. ഇല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഇന്നത്തെ യാത്രാക്ഷീണം കാണും. പിന്നെ അവരെയും കൂട്ടി താഴെയുള്ള ഒരു റൂമിലേക്ക് രുദ്ര പോയി. അവിടെ അവർക്കുള്ളതെല്ലാം ഒരുക്കിയിരുന്നു. രുദ്ര തൻ്റെ മാമിക്കൊപ്പം തന്നെ ചുറ്റിപ്പറ്റി നിന്നു. ഭവാനി എല്ലാവർക്കൊപ്പം കഴിക്കാനിരിക്കുമ്പോഴും അവിടെയുള്ള ഓരോരുത്തരുടെയും രുദ്രയോടുള്ള സ്നേഹം, അവരുടെ സന്തോഷവും അവരുടെ കണ്ണു നിറച്ചു. രാവിലെ രുദ്രയും കൂട്ടി അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് വിശേഷങ്ങളെല്ലാം നാളെ പറയാമെന്ന് പറഞ്ഞു. ഭവാനിയെ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ഭവാനിക്കൊപ്പം രുദ്രയും അവർക്ക് കൊടുത്ത റൂമിലേക്ക് നടന്നു. ഭവാനി വേഗം അവരെ കൊണ്ടുവന്ന് ബാഗ് തുറന്ന് അതിൽ നിന്നും 2 കവറെടുത്ത് രുദ്രയുടെ നേർക്ക് നീട്ടി. അവളെ എന്തെന്നുള്ള രീതിയിൽ അവരെ തന്നെ നോക്കി നിന്നു. ഇത് മോനും നിനക്കുള്ള മാമിയുടെ വക സമ്മാനം. നിന്റെ അളവ് മാമിക്കറിയാം. മോൻ്റേത് നീ പറഞ്ഞു വെച്ചൊരു ഊഹത്തിൽ മാമി എടുത്ത്. ഇനി മോന് ഇഷ്ടമാവുമോ എന്നറിയില്ല. മാമി എന്തിനാ ഇതൊക്കെ വാങ്ങാൻ പോയി? അത് പൈസ ഇല്ലാത്ത ഈ നേരത്ത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ തന്നെ ഇവിടുത്തെ അമ്മ വാങ്ങി തന്ന കുറേ ഡ്രസ്സ് അതുപോലെ ഇരിപ്പുണ്ട്. ഞാനതൊന്നും ഇട്ടുപോലും നോക്കിയിട്ടില്ല. എങ്കിലും എൻ്റെ മോൾക്ക് അവളുടെ ഭർത്താവിനും ഞാൻ വാങ്ങി തരുന്നത് പോലെ വരില്ലല്ലോ. എനിക്കെൻ്റെ ഇഷ്ടത്തിന് എൻ്റെ മക്കൾക്കൊന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. കൊടുത്താലും അവർ എൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയത്തേ ഉള്ളൂ.
അപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ മക്കളേക്കാൾ സ്നേഹിക്കുന്ന നിനക്കല്ലേ വാങ്ങിത്തരാൻ കഴിയുകയുള്ളൂ. ഇനി ഇത് പറഞ്ഞ് ഇന്നത്തെ ദിവസം കുളവാക്കാൻ നിൽക്കണ്ട. മാമി കിടക്ക്, നാളെ പോകാനുള്ളതല്ലേ. അത്രയും പറഞ്ഞ കവർ ബെഡിൽ വെച്ച് റൂമകത്തു നിന്നും കുറ്റിയിടാനായി പോകാനാഞ്ഞതും ഭവാനി രുദ്രയെ വിളിച്ചു. നീ ഇതെവിടെ പോകുക? റൂം പൂട്ടാൻ. എന്തേ, ഉറങ്ങണമെന്ന ചിന്തയില്ലേ മാമിക്ക്? രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ. അതിന് നീ എന്തിനെവിടെ കിടക്കുന്നേ? മോൻ്റെ റൂമിൽ പോയി കിടക്ക്. എന്നാൽ ഉള്ളിലെ പതർച്ച മാറ്റിക്കൊണ്ട് രുദ്ര പറഞ്ഞു. അതെന്താ, എനിക്കെൻ്റെ മാമിക്കൊപ്പം കിടന്നുകൂടെ? മോൻ വരാൻ വൈകുമെന്നല്ലേ ലക്ഷ്മി പറഞ്ഞത്. രാത്രിയാകെ ക്ഷീണിച്ചു വരുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നീ അവിടെ വേണം. ഇല്ലെങ്കിൽ മോനത് വിഷമമുണ്ടാക്കും. അങ്ങനെയൊന്നും ഇല്ല. അദ്ദേഹത്തിന് അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അദ്ദേഹമോ? ഭർത്താവിനെ അദ്ദേഹം എന്നാണോ വിളിക്കുന്നേ? ഭവാനി അവളെ നോക്കി ചോദിച്ചു. അത് പിന്നെ പെട്ടെന്ന് അറിയാതെ വന്നു പോയതാ. അറിയാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഭർത്താവിന് എപ്പോഴും ബഹുമാനം കൊടുത്ത് വേണം അവരെ വിളിക്കാൻ, കേട്ടല്ലോ. അതിനെ രുദ്രയൊന്ന് തലയാട്ടി. എങ്കിതൊക്കെ എടുത്ത് നിങ്ങളുടെ റൂമിൽ കൊണ്ടുവയ്ക്ക്. നല്ല ക്ഷീണം, എനിക്കൊന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. രുദ്ര മാമിയെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് വരുമ്പോൾ ഇവരുടെ സംസാരമെല്ലാം കേട്ട് വിജയലക്ഷ്മി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. തൽക്കാലം മോള് ബദ്രിയുടെ റൂമിൽ കിടന്നാൽ മതി, മാമി ഇവിടുന്ന് പോകുന്നത് വരെയെങ്കിലും. അദ്ദേഹത്തിന് അത് ഇഷ്ടമാവില്ല. അവൻ്റെ ഇഷ്ടം നോക്കിയിരുന്നാലേ ഈ ജന്മം അവൻ്റെ റൂമിൽ പോയിട്ട് ഹൃദയത്തിൽ പോലും സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോഴേക്കും അവളുടെ മുഖം വാടിയിരുന്നു. മോള് വിഷമിക്കാൻ പറഞ്ഞതല്ല, അമ്മ കാര്യമായി തന്നെ പറഞ്ഞതാ. ചിലപ്പോൾ ഭവാനി ചേച്ചിയെ ഇങ്ങോട്ട് ദൈവമായി കൊണ്ടുവന്നതാവും നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ. തൽക്കാലം മോൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് അവൻ്റെ റൂമിൽ വയ്ക്ക്. കുറച്ച് ദിവസത്തെ കാര്യമല്ലേ, ഞാൻ പറഞ്ഞോളാം അവനോട്. ഞാൻ പറഞ്ഞാൽ പിന്നെ അവൻ മോളോടൊന്നും പറയില്ല. എന്നിട്ടും അവിടെ തന്നെ മടിച്ചു നിൽക്കുന്ന രുദ്രയെ അവർ തന്നെ അവൾക്ക് ആവശ്യമുള്ള കുറച്ച് ദിവസത്തെ ഡ്രസ്സും മറ്റുമെടുത്ത് ബദ്രിയുടെ റൂമിലേക്ക് ആക്കിയിരുന്നു. ബദ്രിയുടെ റൂമിൽ കയറിയത് മുതൽ അവളുടെ ഹൃദയം പടപടാ മിടിക്കാൻ തുടങ്ങി. അവൾ മടിച്ച് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും അവിടെ ഇരുന്ന 2 കബോർഡിലൊന്നിലായി രുദ്രയുടെയും ഡ്രസ്സും സാധനങ്ങളും അവർ തന്നെ അടുക്കി വെച്ചിട്ട് പുറത്തേക്ക് പോകാനാഞ്ഞതും രുദ്ര അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം വരുന്നത് വരെയെങ്കിലും അമ്മയ്ക്ക് ഇവിടെ നിന്നൂടെ? എൻ്റെ മോളെ, ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അവൻ ഓരോ നേരം ഓരോന്ന് മോളോട് കാണിച്ചു കൂട്ടുന്നത്. അവനെപ്പോലെ ദേഷ്യം കാണിക്കാൻ അമ്മ പറയില്ല. എങ്കിലും അല്പമൊക്കെ ദേഷ്യപ്പെട്ടും വഴക്കിട്ടൊക്കെ അവനൊപ്പം കട്ടയ്ക്ക് നിന്നോണം. ഇല്ലെങ്കിൽ അവൻ നിന്റെ തലയിൽ കയറി താണ്ഡവമാടും, പറഞ്ഞില്ലെന്ന് വേണ്ട. അത്രയും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുമ്പോൾ രുദ്ര അവിടെ തന്നെ നിന്നു. സമയം മുന്നോട്ട് ഓടുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകളിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ട് തന്നെ ഇരുന്നു. ഫോൺ എടുത്ത് അതിൽ 3 മണിക്ക് അലാറം വെച്ച ശേഷം ഫോൺ മേശപ്പുറത്തേക്ക് വെച്ചു. പിന്നെ ആ വലിയ ബെഡിൻ്റെ താഴെയായി നിലത്തിരുന്ന് കൈകൾ ബെഡിലേക്ക് വെച്ച് അതിലേക്ക് തല ചേർത്ത് വെച്ച് ഉറങ്ങിയിരുന്നു രുദ്ര. ബദ്രി വരുമ്പോൾ സമയം 12 മണി കഴിഞ്ഞിരുന്നു. അവനെ കാത്ത് ഹാളിൽ തന്നെ വിജയലക്ഷ്മി ഉണ്ടായിരുന്നു. കഴിക്കാൻ എടുത്തു വെക്കട്ടെ നിനക്ക്? വേണ്ട, ഞാനും പ്രണവും വൈകുമെന്നായപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിരുന്നു. അത്രയും പറഞ്ഞ് മുകളിലേക്ക് പോകാൻ നിന്ന ബദ്രിയെ പിന്നിൽ നിന്നും അവർ വിളിച്ചിരുന്നു. പിന്നെ ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് രുദ്രമോള് നിന്റെ റൂമിലായിരിക്കും കിടക്കുക. എൻ്റെ റൂമിലോ? എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൾ മുൻപ് എവിടെയാണോ കിടന്നത് അവിടെ തന്നെ ഇനിയും കിടന്നാൽ മതി. എന്നാലേ ഇപ്പം അതിന് പറ്റില്ല. മോളുടെ മാമി വന്നിട്ടുണ്ട് നാട്ടിൽ നിന്നും അവളെ കാണാൻ. 3-4 ദിവസം ഇവിടെ നിൽക്കുമെന്നാ പറഞ്ഞത്. അതുവരെ മോളോട് ദേഷ്യപ്പെടാനോ വഴക്കിടാനോ പാടില്ല. അതൊരു പാവം സ്ത്രീയാണ്. മോളിവിടെ സന്തോഷത്തോടെ കഴിയുന്നെന്നാ അവർ കരുതിയിരിക്കുന്നത്. നീയായിട്ടത് ഇല്ലാതാക്കരുത്. അതുകൊണ്ട് അവർ പോകുന്നവരെ മോള് നിന്റെ റൂമിലായിരിക്കും. പിന്നെ ഇന്ന് ഇതേപ്പറ്റി മോളോട് സംസാരിക്കാൻ നിൽക്കണ്ട. കുറച്ചു മുന്നേ റൂമിൽ പോയപ്പോൾ മോൾ ഉറങ്ങുന്നത് കണ്ടു. മനഃപൂർവ്വം വിളിക്കാതെ പോന്നതാ. ഞാൻ നാളെ മോളെയും കൊണ്ട് ഗുരുവായൂർ പോകുന്നെന്ന് പറഞ്ഞു. എന്തൊക്കെയോ നേർച്ച നടത്താൻ. നീ അവർക്കൊപ്പം പ്രത്യേകിച്ച് അമ്പലത്തിൽ പോകില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നീ വരില്ലെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മോളെയും കൂട്ടി പോകുക നാളെ. കൂടെ ഋഷിയും അപ്പവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നീയായിട്ടിനി പോകുന്നതിൽ മോളെ വിലക്കാൻ നിൽക്കണ്ട. എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഇനി ഞാനായി എന്ത് പറയാനാ? അത്രയും പറഞ്ഞ് ബദ്രി മുകളിലേക്ക് പോകുമ്പോൾ വിജയലക്ഷ്മി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നിലെ വാതിലടച്ച് റൂമിലേക്ക് പോയിരുന്നു. ഭദ്ര റൂമിലേക്ക് കയറി വാതിലടച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ തന്നെ കണ്ടു ബെഡിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന രുദ്രയെ. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു. കുഞ്ഞു കുട്ടികളെ പോലെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് ചുണ്ടുകൾ ചേർക്കാൻ തോന്നി അവന്. ബദ്രി പോലും അറിയാതെ അവൻ്റെ കാലുകൾ രുദ്രയ്ക്കടുത്തേക്ക് ചലിച്ചു. അവൻ അവൾക്കരികിലായിരുന്നു കൊണ്ട് അവളെ തന്നെ ഇമിച്ചുമാതെ നോക്കിയിരുന്നു.
അവളുടെ സാമീപ്യത്തിൽ താനില്ലാതായി മാറിപ്പോകുന്നത് ബദ്രി തിരിച്ചറിഞ്ഞു. അവൻ പോലും അറിയാതെ അവൻ്റെ കൈവിരലുകൾ അവൾ ബെഡിൽ വെച്ചിരിക്കുന്ന കൈകളിലേക്ക് പതിച്ചു. നിമിഷ നേരം കൊണ്ട് ബദ്രി അവളെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവൾ ഒരു മൂളലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. ഏറെ നേരം അവൻ അവളെയും ചേർത്ത് അവിടെ തന്നെ ഇരുന്നു. ഇടയ്ക്ക് അവളുടെ നെറ്റിയിൽ അവൻ്റെ ആദ്യ ചുംബനം പോലെ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. ശരിക്കും അവന് തന്നെ ആ നിമിഷം നഷ്ടമായതുപോലെ തോന്നി. വീണ്ടും അവൻ അവളുടെ ഇരു കണ്ണുകളിലും മാറി മാറി ചുംബനം നൽകിക്കൊണ്ട് അവളിൽ നിന്ന് വിട്ടുമാറി. എന്നിട്ട് വീണ്ടും ഏറെ നേരം അവളെ ആ നെഞ്ചിൽ ചേർത്ത് വെച്ചിരുന്നു. ഇടയ്ക്ക് അവളിൽ നിന്നും മുരടനക്കം കേട്ടതും അവൻ അവളെ ഇരു കൈകളിലായി എടുത്തുകൊണ്ട് ബെഡിൽ കിടത്തി. ഒപ്പം അവന് ഫ്രഷ് ആവാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോയിരുന്നു. ബദ്രി ഫ്രഷായി വരുമ്പോൾ ബദ്രി കിടത്തിയെടുത്ത് തന്നെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന അവളെ ഒന്ന് നോക്കിയ ശേഷം നന്നായി പുതപ്പിച്ചിട്ട് ബാൽക്കണി സൈഡിലിട്ടിരിക്കുന്ന ആ ചെറിയ ബെഡിലേക്ക് തലചായ്ച്ചു വെച്ച് അവനും നിദ്രയെ പുൽകിയിരുന്നു. ഫോണിൽ നിൽക്കാതെ അലാറം മുഴങ്ങിയതും രുദ്ര കണ്ണുകൾ തുറന്നു. മേശപ്പുറത്തിരുന്ന ഫോൺ കയ്യിലെടുത്ത് നോക്കി. എടുത്ത സമയം 3. അവൾ വേഗം ചാടി എണീക്കുമ്പോൾ താൻ കിടക്കുന്നത് ബദ്രിയുടെ ബെഡിൽ. അവൾ ചുറ്റും ബദ്രിയെ നോക്കി. എന്നാൽ അവനെ അവിടെ കാണാതെ വന്നതും അവളുടെ മുഖത്ത് നിരാശ പടർന്നു. അപ്പോഴും താൻ എങ്ങനെ ഈ ബെഡിൽ കിടന്നുറങ്ങിയെന്ന സംശയം അവൾക്കുണ്ടായിരുന്നു. ചിലപ്പോൾ അവൾ തന്നെ ബെഡിൽ ഉറങ്ങിയതാവുമെന്ന് കരുതി നേരെ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് ചെന്നു. കുളി കഴിഞ്ഞു വന്നതും ഭവാനി മാമി അവൾക്കായി കൊണ്ടുവന്ന വൈറ്റിൽ ഗോൾഡൻ ഡിസൈൻ വരുന്ന സാരി തന്നെ നന്നായി ഉടുത്ത ശേഷം മുടി അഴിച്ചിട്ട് മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കി അവൾ. മുടി ഫുള്ളായി അഴിച്ചിട്ട് കാതിൽ ഗോൾഡൻ നിറത്തിലുള്ള ജിമിക്കയും കൈയിൽ അതേ നിറത്തിലുള്ള ഗോൾഡൻ വളകളും അണിഞ്ഞു. കണ്ണിൽ കടുപ്പിച്ച് കരിമിഷിയും പിന്നെ ഒരു കുഞ്ഞു പൊട്ടും അവളുടെ നെറ്റിയിൽ സ്ഥാനമുറപ്പിച്ചു. ഒരുങ്ങിക്കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്നുകൂടെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് തിരിയുമ്പോൾ അവിടെ തന്നെ നോക്കി നിൽക്കുന്ന ബദ്രിയെയാണ് കണ്ടത്. എന്നാൽ ബദ്രിയുടെ കണ്ണിൽ അവളെ കണ്ട തിളക്കമായിരുന്നു. വല്ലാത്ത ഭംഗി തോന്നി അവൾക്കപ്പോൾ. ശരിക്കും ആ സാരി അവൾക്ക് വേണ്ടി പറഞ്ഞു ചെയ്യിപ്പിച്ച പോലെ തോന്നി അവന്. കാരണം അത്രയ്ക്കും സുന്ദരിയായിരുന്നു അവൾ ആ സാരിയിൽ. ബദ്രി ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. വല്ലാത്ത സൗന്ദര്യം അവൾക്കെന്നും തോന്നിപ്പോയി. ബദ്രി വേഗം അവളിലെ നോട്ടം മാറ്റി ബെഡിലേക്ക് ചെന്നിരുന്നു. അപ്പോഴേക്കും രുദ്ര അവൻ്റെ അടുത്തായി വന്നു നിന്നു. ബദ്രി അവളെ തല ഉയർത്തി എന്തെന്നുള്ള രീതിയിൽ ഒരു പിരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു, എൻ്റെ മാമി വന്നിട്ടുണ്ട്, എൻ്റെയും ഏട്ടൻ്റെയും. പെട്ടെന്ന് അവൾ എന്താണ് പറഞ്ഞതെന്നോർത്ത് അവളൊന്ന് നിർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ല, സാറിൻ്റെയും എൻ്റെയും പേരിൽ മാമി ഗുരുവായൂർ അമ്പലത്തിൽ നേർച്ചയും വഴിപാടുകളും നേർന്നിരുന്നു. സാറ് വരില്ലെന്നറിയാം, അതാ മാമിക്കൊപ്പം ഞാൻ പോകാമെന്ന് കരുതിയേ. സാറിനോടിത് പറയാൻ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാ, പക്ഷേ ഉറങ്ങിപ്പോയി. പിന്നെ അമ്മ പറഞ്ഞോണ്ടാ ഞാൻ ഈ റൂമിൽ കിടന്നത്. ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ വൈഷുമോൾക്കൊപ്പം തന്നെ കിടന്നോളാം. അത്രയും പറഞ്ഞ് അവനെ നോക്കുന്നവരെ നോക്കിക്കൊണ്ട് ബദ്രി പറഞ്ഞു, നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? രുദ്ര ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. നിന്നോട് ഞാൻ മുൻപും പറഞ്ഞതാണ് എന്നോട് ചോദിക്കാതെ ഒരിടത്തും പോകരുതെന്ന്. ആണോ അല്ലയോ പറ? ബദ്രി അവളെ നോക്കി ചോദിക്കുമ്പോൾ അവൾ അതേന്ന് തലയാട്ടി. എന്നിട്ടാണോടി പൊന്ന മോളെ ഒരു വാക്ക് പോലും പറയാതെ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി പോകാൻ നിൽക്കുന്നേ? അത് പിന്നെ മാമി നമ്മുടെ പേരിൽ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ മാമിയാണോ ഞാനാണോ നിന്നെ കെട്ടിയത്? സാർ. അപ്പോൾ പിന്നെ നിന്റെ കാര്യത്തിൽ നിന്റെ മാമിയാണോ ഞാനാണോ തീരുമാനമെടുക്കേണ്ടത്? അവൾ അതിനൊന്നും മിണ്ടാതെ നിന്നു. എനിക്ക് നേർച്ച, വഴിപാട്, അമ്പലം ഇതിലൊന്നും വിശ്വാസമില്ല. ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷേ അതെല്ലാം ഒന്നുമില്ലെന്ന് എൻ്റെ ജീവിതം തന്നെ പഠിപ്പിച്ചു എന്ന് കരുതി എന്നോട് പറയാതിരുന്ന ഞാൻ നിന്നെ പോകരുതെന്ന് വിലക്കില്ല. ഞാൻ കാരണം നിന്റെ മാമി വേദനിക്കരുത്. സ്വന്തം മോളെ കാണാൻ വന്ന ഒരാളെ അപമാനിച്ചു നിർത്താൻ മാത്രം മനുഷ്യത്വമില്ലാത്തവനല്ല ഈ ബദ്രി. നീ പറയേണ്ട കാര്യങ്ങൾ നീ തന്നെ എന്നോട് പറഞ്ഞറിയാനാണ് എനിക്കിഷ്ടം. അത് മറ്റൊരാൾ പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. മാമി വരുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ പിറ്റേന്ന് തന്നെ പോകണമെന്ന് മാമി തന്നെയാ പറഞ്ഞേ. ഞാൻ പറഞ്ഞതാ വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞ് പോകാമായിരുന്നു എന്ന്. ആ സമയം സാറും ഇവിടെ ഇല്ലായിരുന്നല്ലോ. വിളിച്ച് അനുവാദം ചോദിക്കാൻ എൻ്റെ നമ്പറും ഇല്ലായിരുന്നു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ കാരണം ആരുടെയും യാത്ര മുടങ്ങണ്ട. എങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തോ അങ്ങനെ തന്നെ പോയിട്ട് വരാം. പിന്നെ മാമി പോകുന്നവരെ നിനക്ക് ഈ റൂമിൽ തന്നെ കഴിയാം. അത്രയും പറഞ്ഞ് ബെഡിലിരുന്നു കൊണ്ട് തന്നെ മേശപ്പുറത്തിരുന്ന് അവളുടെ ഫോൺ എടുത്ത് അതിൽ ബദ്രി എന്ന നമ്പർ സേവ് ചെയ്ത് അവൾക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അവൾ ഫോൺ വാങ്ങിയിട്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും ഭദ്ര വീണ്ടും അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തേ പോകുന്നില്ലേ? ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കാനാണ് പ്ലാൻ എങ്കിൽ നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും നട അടച്ചിട്ടുണ്ടാവും. അത് പിന്നെ സാറൊന്ന് എണീക്കുമോ? എന്തിന്? എഴുന്നേൽക്ക്, പറയാം. ഭദ്ര എഴുന്നേറ്റ് നിന്നുകൊണ്ട് രുദ്രയെ നോക്കി.